ചങ്കള നമ്മൾ വയനാട് ജില്ലയിൽ നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇന്നത്തെ നമ്മളെ വീട് എങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. മേപ്പാടി ടൗണിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അകലത്തിൽ സൂചിപ്പാറ വാട്ടർഫാൾസിൻ്റെ അടുത്ത് നീലിക്കാപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് റിസോർട്ട്, ഹോം സ്റ്റേ, ഹട്ടുകൾ, വില്ലാസൊക്കെ പണിയാൻ പറ്റുന്ന ഈ കാണുന്ന 42 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോണത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലോ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ വീടോ സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ മേലെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ 3 സൈഡിൽ കൂടി റോഡ് സൗകര്യം. പിന്നെ ഇവിടെ നമ്മൾ നോക്കിയാൽ അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ റിസോർട്ടുകളാണ് കാണുന്നതൊക്കെ. പിന്നെ ഈ നമ്മളെ ഒരു പ്ലോട്ടിൻ്റെ തൊട്ടടുത്ത് ഇവിടെ റിസോർട്ടിൻ്റെ വർക്കെല്ലാം നടക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിൽ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഏകദേശം അങ്ങ് വരേണ്ട ആ കാണുന്ന പോസ്റ്റ് കാണുന്ന അവിടെ വരെയാണ് അതിൻ്റെ ഫ്രണ്ടേജ് അതിൽ എൻഡ് വരുന്നത്. നമ്മളീ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ മേപ്പാടി പഞ്ചായത്തിലും വെള്ളർമല വില്ലേജിലും പെട്ടിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ വൈത്തിരി താലൂക്കിലും പെട്ടിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം കൂടി ഒന്ന് പോയിട്ട് കാണാം. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യമൊക്കെ പറഞ്ഞു കേട്ടോ. ഈ റോഡ് വരുന്നത് നമുക്ക് മേപ്പാടിയിൽ നിന്ന് വരുന്ന റോഡാണ്. മേപ്പാടിന് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ഇങ്ങോട്ട് വരാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ കാണുന്ന റോഡിനാണ് നമുക്ക് പോകേണ്ടത്. കോൺക്രീറ്റ് റോഡാണ്. പിന്നെ അടുത്ത ചുറ്റുപാട് ഇഷ്ടം പോലെ ഇങ്ങോട്ടൊക്കെ വീടുകളെല്ലാം ഉണ്ട്. അതുപോലെ ആ കാണുന്ന എല്ലാം ഫുള്ള് റിസോർട്ടുകളാണ്. അങ്ങോട്ട് ആ കാണുന്ന കേട്ടോ. ഇഷ്ടംപോലെ റിസോർട്ടുകളൊക്കെ ഒരുപാടുള്ള നല്ലൊരു ഏരിയ തന്നെയാണ്. ഇനി നമുക്ക് നമ്മളെ പ്ലോട്ടിനകത്തോട്ട് ഒന്ന് പോയിട്ട് നോക്കാം. ഏത് വാഹനങ്ങൾ വേണേലും പോകാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി വരെ നമുക്ക് പ്ലോട്ടിനകത്തോട്ടൊന്ന് പോയി നോക്കട്ടോ. എന്താ കോൺക്രീറ്റ് റോഡാണ്. അങ്ങ് മേലെ വരെ നമ്മൾ പ്ലോട്ടിൻ്റെ അവിടെ വരെ നമുക്ക് റോഡ് സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അവിടുന്ന് കുറച്ചും കൂടി കുറച്ച് ദൂരം നടക്കാനുള്ളതേ ഉള്ളൂ. ഇവിടുത്താണ് നമ്മളെ സ്ഥലത്തിൻ്റെ അതിൽ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ടോ സ്ഥലം വരുന്നത് കേട്ടോ. സ്ഥലത്ത് നമ്മൾ ഈ പ്ലോട്ടിൻ്റെ താഴെ കൂടെ മേലെ കൂടെ നമുക്ക് ഇതുപോലെ റോഡ് സൗകര്യം എല്ലാം ഉണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാം അവിടെയൊക്കെ ഫുള്ള് റിസോർട്ടുകളൊക്കെയാണ് ആ കാണുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ ഈ പ്ലോട്ടിൻ്റെ തൊട്ടടുത്തായി കാണുന്നത് റിസോർട്ടിൻ്റെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പ്ലോട്ടിൻ്റെ താഴെ ഭാഗത്തുള്ള റോഡിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് നല്ല വ്യൂ കിട്ടുന്ന സ്ഥലമാണ്. നാട്ടിൽ നല്ല ഫുള്ള് മൊത്തത്തിൽ കാണാം നമുക്ക്. പിന്നെ ഈ കാണുന്നത് തന്നെയാണ് നമ്മളെ സ്ഥലം എന്ന് പറയുന്നത്. മൊത്തം 42 സെൻറ്റ് സ്ഥലമാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങളൊരു റിസോർട്ടോ ഹോം സ്റ്റേ ഹട്ടുകളൊക്കെ ആക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് നല്ല കിടിലം വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മളീ ഒരു പ്ലോട്ടിൻ്റെ അടുത്തുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പറഞ്ഞാൽ നമുക്ക് സൂചിപ്പാറ വാട്ടർഫാൾസിലോട്ട് ഏകദേശം 1 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് 900 കണ്ടി എക്കോ പാർക്ക് ഉണ്ട്. അങ്ങോട്ടൊരു 6 കിലോമീറ്ററാണുള്ളത്. പിന്നെ ബോച്ചേൻ്റെ 1000 ഏക്കർ ഉണ്ട്. അങ്ങോട്ടൊരു 7 കിലോമീറ്റർ ദൂരമാണല്ലോ കേട്ടോ. പിന്നെ വയനാട്ടിലോട്ടൊക്കെ പോകുകയെന്നൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 35 കിലോമീറ്റർ ദൂരമുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് മുകളിലോട്ട് പോയിട്ട് അവിടുത്തെ റോഡും കാര്യങ്ങളും മൊത്തത്തിൽ സ്ഥലം ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ അതിൻ്റെ എൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ നടക്കുന്നത് ഇവിടെ നമുക്ക് കറണ്ടിൻ്റെ കണക്ഷൻ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പോസ്റ്റ് നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളെ പ്ലോട്ടിൻ്റെ മേലെ സൈഡിൽ കൂടെ റോഡ് ഉണ്ട് എന്ന് പറഞ്ഞതാണ് ഈ റോഡാണത്. ഏത് വാഹനങ്ങൾ വരാൻ സൗകര്യത്തിനുള്ള വഴി സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ. പ്ലോട്ടിൻ്റെ താഴെ ഉണ്ട്, മേലെ ഉണ്ട്, പിന്നെ ഫ്രണ്ടിൽ കോൺക്രീറ്റ് റോഡും ഉണ്ട്. ഇനി പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഫുള്ള് നല്ല കിടിലം വ്യൂ ഉള്ള സ്ഥലമാണ്. കണ്ടില്ല നിങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെയാണ് റിസോർട്ടോ ഹോം സ്റ്റേ ഹട്ടുകളൊക്കെ ആക്കി തിരിക്കണമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് അങ്ങോട്ട് ഫുള്ള് കാണുകയും ചെയ്യുക. പിന്നെ ഈ തൊട്ട് താഴെ തന്നെ നമുക്ക് റിസോർട്ടുകളെല്ലാം ഉണ്ട്. അതുപോലെ അങ്ങോട്ടൊക്കെ നോക്കിയാലൊക്കെ കാണാം നമുക്ക് കേട്ടോ. ഇഷ്ടംപോലെ റിസോർട്ടുകളെല്ലാം ഉണ്ട്. പിന്നെ അങ്ങോട്ട് വീടുകളെല്ലാം ഉണ്ട്. അതുപോലെ ഇനിയിപ്പോൾ നമ്മൾ പ്ലോട്ടുകളൊക്കെ ആക്കി 10 സെൻറ്റോ 20 സെൻറ്റോ ഒക്കെ ആക്കി പ്ലോട്ടുകളൊക്കെ ആക്കി തിരിച്ച് വീട് വെക്കാനാണെന്നുണ്ടെങ്കിലൊക്കെ അതിനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. ഇവിടുന്ന് അങ്ങോട്ട് മൊത്തത്തിൽ കാണുകയും ചെയ്യാൻ നമുക്ക് കേട്ടോ. നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ അങ്ങോട്ടുള്ള മൊത്തത്തിലുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഏതാ മുതൽ സ്ഥലം എന്നറിയോ? നല്ല കിടിലൻ വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ. ഇനി വരെ നമ്മൾ പ്ലോട്ടിൻ്റെ ആ ഒരു സൈഡിൽ നമുക്ക് അവിടെ ഒരു ഹോം സ്റ്റേൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ അതിരിനെ തൊട്ട് ചാരിയുള്ള സ്ഥലമാണ് കേട്ടോ. ഇനിയിപ്പോൾ കറണ്ടിൻ്റെ കണക്ഷൻ ഈ ഭാഗത്തേക്കൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയും പോസ്റ്റുകളെല്ലാം ഉണ്ട്. ഇവിടെയും പോസ്റ്റ് ഉണ്ട്. അതുപോലെ സെൻറ്ററിൽ അവിടെയും പോസ്റ്റ് ഉണ്ട്. അപ്പോൾ പറമ്പിൻ്റെ ചുറ്റുഭാഗം നമുക്ക് കണക്ഷൻ എടുക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഹോം സ്റ്റേൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരും നമ്മൾ ഈ സ്ഥലത്തിൻ്റെ അടുത്ത് നിന്നുള്ള ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു മൊത്തത്തിലുള്ള കിടിലം വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നമ്മളെ സ്ഥലത്തിനോട് ചേർന്നിട്ടുള്ള വേറെ ആളെ സ്ഥലത്തിനകത്തുള്ള ഒരു ഹോം സ്റ്റേ ആണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല സ്റ്റൈലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മൊത്തത്തിലുള്ളൊരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ഹോം സ്റ്റേ ഇവിടെ സെറ്റ് ആക്കിയിട്ടുള്ളത്. അതേപോലെ ഇപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു ഹോം സ്റ്റേയോ ഹട്ടുകളോ റിസോർട്ടൊക്കെ ആക്കാനൊക്കെ പറ്റുന്ന നല്ല കിണ്ണം കാച്ച് മുതൽ സ്ഥലമാണ് കേട്ടോ. പിന്നെ നമ്മളെ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് ജില്ലയിലെ ആനക്കാമ്പോയിൽ നിന്ന് വയനാട് ജില്ലയിലെ മേപ്പാടിലോട്ടുള്ള തുരങ്കപാതേൻ്റെ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരമാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തോട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ.
അങ്ങനെ നമ്മൾ സ്ഥലം കാര്യങ്ങൾ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൽ നിങ്ങൾക്കൊരു റിസോർട്ട് ഹോം സ്റ്റേ ഹട്ടുകളൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെങ്കിൽ എടുക്കാൻ പറ്റിയ കിടിലം പ്ലോട്ടാണ് കേട്ടോ. സ്ഥലം വരെ നമ്മളെ വയനാട് ജില്ലയിലെ മേപ്പാടി ടൗണിൽ നിന്ന് വെറും 10 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പോൾ ഇനി ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെൻറ്റിന് 1,80,000 രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ അറിവിൽ വയനാട് ഏരിയയിൽ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പർ 98 95 18 18 86 ആണ്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.